ഹലോ, ഞാൻ ആവണി. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യയുടെ സീസൺ 7 ഫൈനലിസ്റ്റ് ആയിരുന്നു. സ്പീക്ക് ഫോർ ഇന്ത്യയുടെ മെമ്മറീസിനെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ അന്വേഷിച്ച് തീരെ ബുദ്ധിമുട്ടാറില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബിക്കോസ് ഇറ്റ്സ് സംതിങ് ദാറ്റ്സ് സോ പ്രഷ്യസ് ഇൻ മൈ ഹാർട്ട്. ഒരു മനുഷ്യരെന്ന നിലയിൽ ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മുടെ നിലവിലുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചായ്വ് തോന്നുക സ്വാഭാവികമാണ്. പക്ഷെ എന്നാൽ സ്പീക്ക് ഫോർ ഇന്ത്യയുടെ ഒരു മത്സര ഘടനയിലൂടെ ഒരു വിഷയത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും എന്നതാണ് അതിന്റെ പ്രത്യേകത. അതായത് ഓരോ ഘട്ടം കഴിയുമ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകളും നമുക്ക് ചുറ്റുമുള്ള ആ ഒരു ലോകവും മാറുന്നത് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് പറയുന്നത് ബ്ലോക്ക് ലെവൽ മുതൽ അങ്ങോട്ട് ഫൈനൽസ് വരെ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ഇൻ വൈ സ്പീക്ക് ഫോർ ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന ബെസ്റ്റ് ആൻസർ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് സോഷ്യൽ കണക്ഷൻസ് എന്നാണ്. പ്രത്യേകിച്ച് ഫൈനൽസിലേക്കൊക്കെ വരുമ്പോൾ നമ്മളൊരു ഫാമിലി പോലെയാണ്. ദിസ് വോണ്ട് ഫീൽ ലൈക്ക് എ കോമ്പറ്റീഷൻ ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ഫെസ്റ്റിവൽ. സോ ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യയുടെ ഇത്തവണത്തെ ഉത്സവവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദി. രജിസ്റ്റർ ചെയ്യാനായി speakforindia.in സന്ദർശിക്കൂ. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ സീസൺ 8 in association with മാതൃഭൂമി.